ദ മോസ്റ്റ് ഡേഞ്ചറസ് 13-year-old കിം ജോ എ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും അപകടകാരിയായ 13-കാരി. കിമ്മിനെ പോലെ തന്നെ അടിമുടി ദുരൂഹതയാണ് കിം ജോ എയെ പറ്റിയും ചുറ്റിപ്പറ്റി കേൾക്കുന്നത്. 2022 നവംബറിലാണ് ജു എ ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പിതാവിനൊപ്പം മിസൈൽ ടെസ്റ്റുകൾ, സൈനിക പരേഡുകൾ, ഫാക്ടറി സന്ദർശനങ്ങൾ അടക്കം നിരവധി പ്രധാന ഇവന്റുകളിലും ജു എ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം രണ്ടാം ലോക യുദ്ധ വിജയവുമായി ബന്ധപ്പെട്ട വിക്ടറി പരേഡിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ചൈനീസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ ബീജിംഗിലേക്ക് നടത്തിയ യാത്രയും ലോകശ്രദ്ധ നേടിയിരുന്നു. ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ ഇവരെ പ്രിയപ്പെട്ട മകൾ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പേര് പരസ്യമായി പറയാറില്ല. അധികാര കൈമാറ്റത്തിനുള്ള ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്നും ഈ മാസം അവസാനം നടക്കുന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തന്റെ 42-ാം വയസ്സിൽ തന്നെ 4ാം തലമുറയിലേക്കുള്ള അധികാര കൈമാറ്റത്തിന് തുടക്കമിടുകയാണ് കിം ജോങ് ഉൻ. എന്നാൽ ഒരു 13 വയസ്സുകാരിക്ക് ഉത്തര കൊറിയ പോലൊരു രാജ്യം നയിക്കാൻ അനുഭവ സമ്പത്തും പിന്തുണയും ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയർന്നു വന്നിരുന്നു. ഇവിടെ നിന്നാണ് കിം ജോങ് ഉന്നിന്റെ സഹോദരിയും ഉത്തര കൊറിയയിലെ നിർണായക അധികാര കേന്ദ്രവുമായ കിം യോ ജോങ് കളത്തിലേക്ക് എത്തുന്നത്. ഉത്തര കൊറിയയുടെ അധികാര ശ്രേണിയിൽ പരമാധികാരി കിം ജോങ് ഉൻ കഴിഞ്ഞാൽ ഏറ്റവും കരുത്ത് എന്ന് കരുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരി കിം യോ ജോങ്ങിനെയാണ്.